എന്താ പണിയുടെ മോലെ കാണിച്ചിരിക്കണ എന്ത് കാണിച്ചാ വെച്ചേക്കണത്? അപ്പൊ ഇനി കാസർഗോഡുകാർക്ക് വയനാട് പോവാതെ നമ്മുടെ കാസർഗോഡ് തന്നെ സ്പെഷ്യൽ പോത്തുങ്കാല് കഴിക്കാം. അടിപൊളി. ഇവ പോത്തുങ്കാലിന്റെ മജ്ജ എന്ന് പറയുന്നത് നാച്ചുറൽ ബട്ടർ എന്നാണ് പറയാ. പോത്തുങ്കാലിന്റെ മജ്ജ നല്ല തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുളിപ്പിച്ച് ഇങ്ങോട്ട് തന്നേക്കാണ്. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന പാലിൽ ഇങ്ങനെ കുളിപ്പിച്ച പാൽ പൊറോട്ട വിത്ത് ചിക്കൻ. അപ്പൊ അതാ ചീസ് അൽഫാം നമ്മുടെ ബട്ടർ നാനിന്റെ ഉള്ളിൽ വെച്ച് ചുരുട്ടി 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 എന്നിട്ട് ആ ചീസ് അതേ ഒന്നും കൂടെ കുഴച്ച് ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് തിളച്ച ചൂടാണ് കേട്ടോ. നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. ഈ ഒരാൾ ഈ വന്ന് ടവർ ജ്യൂസിലെ 8 ഐറ്റം എന്താന്ന് കൃത്യമായിട്ട് തെറ്റാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവര് അയാൾ കഴിക്കുന്ന ഫുഡ് എല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കൂലോ. കാസർഗോഡ് ഭാഷ മാത്രമല്ല കേട്ടോ, രുചികളും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ എല്ലാവരും നിർദ്ദേശിച്ച ഹോട്ടലാണ് പൈച്ച. നമ്മുടെ ചങ്കൻ അജ്മലും സുഹൃത്തും കൂടിയാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തികച്ചും പുതുമയുള്ള ഒരു എപ്പിസോഡ് മുഴുവൻ കാണാൻ മറക്കരുത് കേട്ടോ. ഇവിടെ സ്പെഷ്യൽ ഐറ്റം മൈലാഞ്ചി ചോറ്. നെയ്ച്ചോറിന്റെ മുകളിലേക്ക് ചിക്കന്, ബീഫ്, ചിക്കൻ ഫ്രൈ, അച്ചാറ്, സലാഡ്, ദാല്, പപ്പടം എല്ലാം കൂടിയുള്ള, അതായത് നമ്മുടെ കംപ്ലീറ്റ് ഒരു ചട്ടിച്ചോറിന് പകരം ഒരു നെയ്ച്ചോറ്. ഈ ഐറ്റംസും വെജും നോൺ വെജും അച്ചാറും ഒക്കെയുള്ള ഐറ്റംസും പപ്പടം ആയിട്ടുള്ള ഒരു സെറ്റിനാണ് ഇവിടെ മൈലാഞ്ചി ചോറ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം അച്ചാറിൽ നിന്ന് തുടങ്ങാം. അവസാനം മതിയായിരുന്നു. നല്ല നാരങ്ങ അച്ചാറാണ്. നെയ്ച്ചോറില് കുറച്ച് ബീഫ് എടുത്ത് മിക്സ് ചെയ്ത് നല്ല ചെറിയ വളരെ നൈസായിട്ടുള്ള നല്ല വെന്തിട്ടുള്ള റൈസാണ്. നല്ല ഒന്നാം തരം ശുദ്ധമായിട്ടുള്ള നെയ്യുടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ബീഫ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. നല്ല നെയ് പീസൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു പായും കൂടെ തിന്നെയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അടിപൊളി. ചിക്കനും ബീഫൊക്കെ ഒന്ന് മാറ്റി വെച്ച് ദാല് കൂട്ടി നെയ്ച്ചോറൊന്ന് ട്രൈ ചെയ്യുവാണേ. എനിക്ക് അത്ര ഇഷ്ടമായിട്ടാ കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നോർത്ത് ഇന്ത്യൻ ദാലാണല്ലോ. എനിക്ക് തോന്നുന്നു ഇത് മൈലാഞ്ചി ചോറിന്റെ ഒരു ദാലായിട്ടായിരിക്കും. ചിക്കൻ്റെ ഒരു അല്പം ഗ്രേവിയോട് കൂടി ഒരു ചെറിയ പീസ് എടുത്തു, നെയ്ച്ചോറിൽ ഒന്ന് മിക്സ് ചെയ്തു. ചിക്കൻ കറി അടിപൊളിയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ഒരു പീസ് ഒന്ന് കഴിച്ചോട്ടെ. അത് പൊളിച്ചു. ഭയങ്കര സോഫ്റ്റ്, ജ്യൂസി, നല്ല ടേസ്റ്റ്. എല്ലാത്തിന്റെ അവസാനം ഒരു അല്പം സലാഡ്, നല്ല ഗ്രീൻ സലാഡാണ്. അടിപൊളി. ഇനിയാണ് യഥാർത്ഥത്തില് നല്ല നാരങ്ങ അച്ചാർ. അടിപൊളി. ഇപ്പൊ പൈച്ചയിലെ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഈ മൈലാഞ്ചി ചോറ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പാൽ പൊറോട്ട അല്ലേ? പൊറോട്ട നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച്, തേങ്ങാപ്പാലാണല്ലോ അല്ലേ, അതിന്റെ ഇടയില് ചിക്കന്. അപ്പൊ നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമുക്ക് ചിക്കൻ വെക്കണോ ബീഫ് വെക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും ബീഫേ വെക്കുള്ളൂ, കാരണം ഇവിടെ ബീഫിൽ ഞാൻ വീണ് പോയി. നിസു ഒരു ഭാഗത്തുനിന്ന് പിടിച്ചോ. നല്ല തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുളിപ്പിച്ച് ഇങ്ങോട്ട് തന്നേക്കാണ്. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴിച്ചാ മുത്തേ, അതിനാണ് ആദ്യം പറ. ഇത് വെറുതെ എന്റെ കൂടെ കൂടി വെറുതെ തള്ളുകയാണോ? സത്യം പറ. കിടിലാണ് അല്ലേ? അപ്പൊ ഏതാ കിടിലല്ലാത്ത ഇതുവരെ കഴിച്ചത് ഏറ്റവും ഇഷ്ടമായത്? എന്നാ പിന്നെ ഞാൻ ഒട്ടും താമസിക്കുന്നില്ല. നല്ല ആവി പറക്കുന്ന പാലിൽ ഇങ്ങനെ കുളിപ്പിച്ച പാൽ പൊറോട്ട വിത്ത് ചിക്കൻ. എരിവിന്റെ ആവശ്യമില്ല. ഇത് വേറൊരു സംഭവമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കും കുറച്ച് വയസ്സായവർക്കും ധൈര്യമായിട്ട് കൊടുക്കാം. ആ ചിക്കന്റെ ഗ്രേവിയും ഇറങ്ങി പാലിലോട്ട് ചേർന്ന് പൊറോട്ടയിൽ ഇങ്ങനെ കുതിർന്ന് വരുമ്പോ സംഭവം പൊളി. അപ്പൊ സംഭവം ബീഫ് സിസ്ലർ ആണ്. തുറന്നാൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. മിക്കവാറും ഇനി എന്നെ ഇവിടെ കടത്തും. അതുമാതിരി ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഭയങ്കര ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എനിക്കിനി തിന്ന് തീർക്കാനുള്ള വയറില്ല. കാരണം ഇവിടുത്തെ പൈച്ചയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പോത്തുംകാലും അതിന്റെ കൂടെയുള്ള ഗീ റൈസും. അപ്പൊ ഗീ റൈസ് തിന്നാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് പാഴ്സലാക്കിയിട്ട് പോത്തുംകാലൊന്ന് തിന്ന് കാണിക്കണം എന്നുണ്ട്. കാരണം നമ്മൾ വയനാട് പോയിട്ട് പോത്തുംകാല് കഴിച്ച് നിങ്ങളെ കാണിച്ചതാണ്. അപ്പൊ ഇനി കാസർഗോഡുകാർക്ക് വയനാട് പോവാതെ നമ്മുടെ കാസർഗോഡ് നിന്ന് തന്നെ സ്പെഷ്യൽ പോത്തുംകാല് കഴിക്കാം. അപ്പൊ അതൊന്ന് നമുക്ക് കഴിച്ചു പോകാം. ഓക്കെ, ഇതൊരു പോത്തുംകാലം മേടിച്ച ഒരു കുടുംബത്തില് അത്യാവശ്യം എന്താ പൊറോട്ടയും നെയ്ച്ചോറുമാണ് ഇവിടെ കോമ്പിനേഷൻ. നെയ്ച്ചോറാണ് മെയിൻ കോമ്പിനേഷൻ. അങ്ങ് നെയ്ച്ചോറ് തിന്നുകൊണ്ട് അപ്പൊ വലിയൊരു പ്ലേറ്റിൽ നെയ്ച്ചോറ് നിറച്ചും പിന്നെ ഈ പോത്തുംകാലും തിന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തില് അത്യാവശ്യം. നമ്മൾ വയനാട് തിന്നതിന് നല്ല വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ സ്പൈസിയാണ്. ഇങ്ങനെ പിടിച്ച് പറിച്ച എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല നാര് പോലെ നിൽക്കുന്നുണ്ട്. പൊറോട്ട ഒരു പീസില് നമ്മുടെ ബീഫ് ഇങ്ങനെ വെച്ചു. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി മസാല ഇങ്ങനെ വെച്ചു. വയനാടിന്ന് പോത്തുംകാല് കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്റേതായിട്ടൊരു റെസിപ്പി വെച്ചിട്ടുണ്ട്. ഒരു 7 മണിക്കൂറോളം കുക്ക് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടിൽ നിന്നും നല്ല വ്യത്യാസമാണ് ഈ പോത്തുംകാല്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിന്റെ മസാല ഒരല്പം കുറച്ചാൽ നന്നായിരിക്കും. അടിപൊളി. ഇവ പോത്തുംകാലിന്റെ മജ്ജ എന്ന് പറയുന്നത് നാച്ചുറൽ ബട്ടർ എന്നാണ് പറയാ. പോത്തുംകാലിന്റെ മജ്ജ കേട്ടോ. നിസു ഇതൊന്ന് എടുത്ത് വേഗം തിന്നാ എനിക്ക് കിട്ടും. ഇതുണ്ടോ നാച്ചുറൽ. ഇതിന് ഇത്രമാത്രം പ്രശസ്തി ഉണ്ടാക്കുന്നത് ഈ ബട്ടർ തന്നെയാണ്, നാച്ചുറൽ ബട്ടർ. ഇത്രയും വലിയ പോത്തിന്റെ ഇത്രയും പെരുത്ത കാല് കൊട്ടി ആകെ കിട്ടുന്നത് എത്രയാണ്? ഇത്രയും കുഞ്ഞ്
എന്താണ് മജ്ജയാണ് അല്ലെ, അതായത് നാച്ചുറൽ ബട്ടർ. പക്ഷെ ഈ ഒരു മജ്ജയ്ക്ക് വേണ്ടിയിട്ട് എത്ര കിട്ടാനും എത്ര കാത്തിരിക്കാനും ഇരുന്ന് കൊട്ടിക്കോ. ഞാൻ ഇത് തിന്ന് ഫിനിഷ് ചെയ്തിട്ടേതാ. അടിപൊളി. ഇപ്പൊ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, വേറെ ഒന്നുമില്ല. അടിപൊളി. ഇതിന്റെ ഏറ്റവും അതൊന്നിന്റെ കൂടെയും കഴിക്കരുത്. ഇങ്ങനെ എടുക്കുക, ഒന്നും നോക്കാതെ ആദ്യം കിട്ടുന്നവൻ മിടുക്കെന്ന് ഞാൻ പറയും. അടിപൊളി. ബീഫ് സ്റ്റേക്കിന്റെ ഒരു സലാഡാണ്. സത്യത്തില് ഞാൻ ബീഫ് സ്റ്റേക്ക് ഒക്കെ കഴിച്ചിട്ടുള്ളത് നല്ല തിളച്ച ചൂടിലാണ്. ഇത് അങ്ങനെയല്ല കേട്ടോ, തണുത്തിട്ടൊരു സലാഡിന്റെ കൂടെയാണ്. ഒരു ബീഫ് സ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബീഫ് നന്നായിട്ട് ചുട്ടിട്ട് എന്തൊക്കെയോ മസാലയൊക്കെ ചേർത്ത് തരുമ്പോ ഉള്ള ഒരു ഫീല് ഉണ്ട്. ഒരു ഡിഫറെന്റ് സലാഡ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നല്ല ബട്ടർ നാൻ ഉണ്ട്. ബട്ടറും സെസമി സീഡ്സും ഒക്കെ ഇട്ടിട്ടുള്ള ബട്ടർ നാന്. ബട്ടറിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചീസ് അൽഫാമാണ്. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു ഐറ്റം. അപ്പൊ അതാ ചീസ് അൽഫാം നമ്മുടെ ബട്ടർ നാനിന്റെ ഉള്ളിൽ വെച്ച് ചുരുട്ടി എന്നിട്ട് ആ ചീസ് അതേ ഒന്നും കൂടെ കുഴച്ച് ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് തിളച്ച ചൂടാണ് കേട്ടോ. നല്ല ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. ചീസ് അൽഫാമും നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കീമ പൊറോട്ട കൊണ്ടുവച്ചു. സംഭവം പൊറോട്ടയുടെ ചുറ്റും കുറെ ബീഫ് നല്ല അടിപൊളിയായിട്ട് നിരത്തി വെച്ചിട്ട് അത്തപ്പൂക്കളം പോലെ ഒരു എന്താ പറയാ നമ്മുടെ ബുൾസൈ കൊണ്ടുവച്ചിട്ട് പടച്ചോനാണ് നേരിത് എങ്ങനെയാ കഴിക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ എങ്ങനെയും ചുരുട്ടി കൂട്ടി അകത്താക്കാം. അപ്പൊ ഒരു പൊറോട്ട ഒരു പീസ് എടുത്തു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ബീഫ് ഇങ്ങനെ കൊണ്ടുവച്ച് ഇനി നമ്മുടെ ബുൾസൈഡ് യോക്കും വൈറ്റും കൂടി ഒരു പോർഷൻ ഇങ്ങനെ വെച്ചു. കീമ പൊറോട്ടനെ ഒന്ന് ഒതുക്കി. ഇത്രയും വലിയ ഹെവി ഐറ്റം ആദ്യം തന്നെ നിന്ന് എനിക്ക് പണിയിട്ടു. അപ്പൊ നമ്മുടെ ചങ്കനെ ഞാൻ വിളിക്കുകയാണ്. ആണല്ലേ, കീമ പൊറോട്ട ഒന്ന് കഴിച്ചോട്ടെ. നൈസ് കോംബോ ആണ്. സത്യസന്ധമായിട്ട് പറയാലോ, ഞാൻ ഈ മൈലാഞ്ചി ചോറിന്റെ ബീഫ് കറി തിന്നിട്ടേ ഈ ബീഫ് ഇഷ്ടപ്പെട്ട അത്ര പോരാന്നൊരു തോന്നലാണ്. പക്ഷെ സംഭവം ബീഫ് കിടുവാണ്, നൈസാണ്, നല്ല മസാലയാണ്. അപ്പൊ ഇത് നമ്മുടെ ബട്ടർ കുൽച്ചയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണെന്ന് കാണുമ്പോ തന്നെ അറിയാം. അടിപൊളി. നിങ്ങൾ ഇവിടെ വന്നിട്ട് പൊറോട്ട അല്ല കഴിക്കേണ്ടത്, ബട്ടർ നാനും ബട്ടർ കുൽച്ച, നമ്മുടെ പള്ളിച്ചോറ് ബീഫ് കറിയുടെ. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഈ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മസാല, നാടൻ മസാല, അടിപൊളി. നമ്മുടെ പൈച്ചയിലെ വളരെ എക്കണോമിക് ആയിട്ടുള്ള, ഇതുവരെ ഞാൻ എന്താ പറയാ അജ്മലിന്റെ ഭാഗത്തുനിന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ടാണ്. ഒരു 10 പേരുള്ള ഒരു ഫാമിലി വന്നു എന്ന് വിചാരിക്കും. എന്താണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു കുടുംബത്തിൽ 10 പേരുണ്ട് അല്ലെ. അപ്പൊ ഒരു ജ്യൂസിന് നോർമലി ഒരു ജ്യൂസിന് നിങ്ങൾ എന്താണ് ചാർജ് ചെയ്യണത്? ആവറേജ് ഒരു 100 രൂപ. അപ്പൊ 10 പേര് തന്നെ 1000 രൂപ അല്ലെ. 1000 രൂപയുടെ ജ്യൂസ് കുടിച്ചാൽ തൊട്ട് നമ്മുടെ തൊണ്ട തൊല് തന്നെയുണ്ട്. സത്യത്തിന് ഇവര് കുറെ ഐസും പഞ്ചസാരക്ക് നമുക്ക് കലക്കി തരും. പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞാൽ പക്ക ഒരു 3.5-4 ലിറ്റർ ഓളം ജ്യൂസ് ഉണ്ട്. ഇതിന്റെ അത് ജ്യൂസ് തന്നെയാണ് ഭൂരിപക്ഷവും കിട്ടുന്നത്. ഇതൊരു 10-20 പേർക്ക് കൂടുതൽ വയറ് നിറച്ച് കുടിക്കാം അല്ലെ. ഇവരെ കൂട്ടം എന്താന്ന് ചോദിച്ചവന്മാര് പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് കുടിച്ചു നോക്കിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നോട്ടെ. പെരുത്ത് ഇഷ്ടമായി. ഇതിന്റെ അകത്ത് ഫ്രഷ് ഫ്രൂട്ട് അല്ലാതെ സിറപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അല്ലെ, ഉണ്ടാവാം. എന്തൊക്കെ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? ഇതിപ്പോ മൊത്തം ഞാൻ കുടിക്കും. എന്തൊക്കെ ഫ്രൂട്ട് ഉപയോഗിച്ചു ഞാൻ പറഞ്ഞു. എനിക്കത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ആരുടെ തലയാണെങ്കിലും ഇത് ആരുടെ കൂട്ടാണെങ്കിലും അടിപൊളിയായിട്ട് സാധനം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള സത്യം. ഭയങ്കര ടേസ്റ്റാ. ഇതാണ് ഈ മറ്റേ ടവർ ജ്യൂസിന്റെ ചെന്ത പണിയുടെ മോലെ കാണിച്ചിരിക്കുന്നത്. എന്ത് കാണിച്ചാ വെച്ചേക്കണത്? ഇതില് മൊത്തം എത്ര ഐറ്റം ഉണ്ട്? ഇതില് ഒരു 8 ഐറ്റംസ്. ഈ ഒരാൾ ഈ വന്ന് ടവർ ജ്യൂസിലെ 8 ഐറ്റം എന്താന്ന് കൃത്യമായിട്ട് തെറ്റാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവര് അയാൾ കഴിക്കുന്ന ഫുഡ് എല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കൂലോ. എന്താണെങ്കിലും നിനക്ക് എന്താ പറയാ അതിന്റെ ആ ശരിക്കും ഒരു കൈപുണ്യം ഉണ്ട്. നീ ലെവലിൽ ഒന്നും നിൽക്കേണ്ട ആളല്ല കേട്ടോ. അടിപൊളി. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുമ്പോ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉണ്ടാക്കി ഒരല്പം മുഹബത്തോടു കൂടി വിളമ്പിയാലുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നവരുടെ മനസ്സും ഹൃദയവും ഒരേപോലെ നിറയും. വയറുവിനെ എപ്പോഴേ നിറഞ്ഞിരിക്കും. ഈ പൈച്ചയിൽ വന്നിട്ട് ഇവിടുത്തെ ഏകദേശം എല്ലാ ഐറ്റവും ഇഷ്ടമായി. ഇഷ്ടമല്ലാത്ത 1-2 ഐറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു. വെജ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഫസ്റ്റ് തന്നെ സലാഡും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ബീഫാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പൊറോട്ട, പിന്നെ ഈ ഒരു സാധനം മാസ്മരിക. ഇതിൻ്റെ അകത്ത് ഒരു സാധനം പോലെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആരാണ് ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതൊന്ന് പറയണം, കമന്റ് ചെയ്യണം. ഇനി എന്ത് ചലഞ്ച് ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ഈ വഴിക്ക് പോകുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ പൈച്ചയിലെ എല്ലാ ഫുഡും. നാടനും മറുനാടനും വിദേശിയും സ്വദേശിയും എല്ലാം അടക്കം കംപ്ലീറ്റ് ഫുഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ യുവേഴ്സ് അനമ.